മതം എന്ന് പറയുന്ന കാളകൂട വിഷം കഴിച്ച് തൻ്റെ മാതൃത്വം പോലും മറന്നുപോയി, തൻ്റെ മകൻ ജനിച്ച ആ ഗർഭപാത്രം പോലും എടുത്തു കളയേണ്ടതാണ്, അല്ലെങ്കിൽ അതുപോലും എനിക്ക് ശാപമായി മാറിയെന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ 2 ദിവസമായി വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ആരിഫ് ഹുസൈൻ തെരുവത്തിൻ്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരിഫ് ഹുസൈൻ ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത്. ആ പോസ്റ്റ് വായിക്കുന്ന ഏതൊരാൾക്കും ആദ്യം വളരെ വലിയ വേദന ഉളവാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. ഇങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്: ഉമ്മ മരിച്ചു. ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് പോയി. ആദരാഞ്ജലികൾ. ഇത് വായിച്ചു കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും ആർക്കും ഒരു വിഷമം തോന്നുന്ന ഒരു പോസ്റ്റായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം 2 പോസ്റ്റും കൂടി ഇട്ടു. ആ 2 പോസ്റ്റുകൾ വായിക്കുമ്പോഴാണ് ഇദ്ദേഹം ആദ്യം ഇട്ട ഈ പോസ്റ്റിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ എൻ്റെ അമ്മയെ കാണുന്നത് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ ഏറ്റവും അവസാനം വരെ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന അവസാനത്തെ സോൾജറായിട്ടാണ് ഞാൻ എൻ്റെ അമ്മയെ കാണുന്നത്. അതിൻ്റെ കാരണം ആരെല്ലാം തള്ളി പറഞ്ഞാലും എന്നെ അവസാനം വരെ തള്ളിപ്പറയാത്ത ഒരു വ്യക്തിത്വം ഭൂമിയിലുണ്ടെങ്കിൽ അത് അമ്മയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഏത് സമയത്തും അമ്മ എന്ത് പ്രതിസന്ധിയിലും അമ്മ നമ്മളെ സ്വാന്തനിപ്പിക്കാനാണ് ശ്രമിക്കാറുള്ളത്. ഞാൻ അമ്മ ഇവിടെ എൻ്റെ കൂടെ കുറച്ച് നാൾ വന്ന് താമസിച്ചപ്പം ഞാൻ പലപ്പോഴും ജോലി നേരത്തെ തീരുന്ന സമയത്തൊക്കെ അമ്മയുടെ കൂടെ നിന്ന് വർത്തമാനം പറയുകയും അമ്മയുടെ കാലുകൾ തിരുമ്മിക്കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ കാലുകൊണ്ട് അമ്മ നടന്ന വഴികളും അതോടൊപ്പം തന്നെ കുട്ടികളെ വളർത്താൻ അമ്മ നടത്തിയ കഷ്ടപ്പാടുകളുമൊക്കെ അമ്മയെ ഞാൻ ഓർപ്പിക്കുകയും ഞാൻ തന്നെ പലപ്പോഴും കരയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അമ്മ അപ്പോഴെല്ലാം പറയാറുള്ളത്, അന്ന് തന്നെ അത്രയും കഷ്ടപ്പെടാൻ എന്നാ പ്രശ്നമിരിക്കുന്നത്, എൻ്റെ എല്ലാ പിള്ളേരും നല്ല നിലയിൽ എത്തിയില്ലേ എന്നാണ് അമ്മ പലപ്പോഴും പറഞ്ഞ് എന്നെ സമാശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് പൊതുവിലെ അമ്മമാരുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഒരു റോമൻ സ്റ്റോറിയുണ്ട്. ഒരു കാമുകി അമ്മ പറയുകയാണ്, നീ നിൻ്റെ അമ്മയെ കൊന്ന് നിൻ്റെ ഹൃദയം എടുത്തുകൊണ്ട് വന്നാൽ മാത്രമാണ് ഞാൻ നിന്നെ വിവാഹം കഴിക്കുള്ളൂ എന്ന് ഒരു കാമുകി കാമുകനോട് പറഞ്ഞപ്പോൾ അവൻ ഓടിപ്പോയി അമ്മയെ കൊന്ന് ആ ഹൃദയവും എടുത്തുകൊണ്ട് കാമുകിയുടെ അടുത്തേക്ക് ഓടുകയാണ്. ആ ഓടുന്ന വഴിയിൽ ഇവൻ്റെ കാല് ഒരു കല്ലിൽ തട്ടിയപ്പോൾ ഈ അമ്മയുടെ ഹൃദയം ഇവനോട് ചോദിക്കുകയാണ്, മോനെ നിൻ്റെ കാലിന് എന്തെങ്കിലും പറ്റിയോ എന്ന്. ആ തുടിക്കുന്ന ഹൃദയം അപ്പോഴും മകൻ്റെ സുരക്ഷിതത്തിലാണ് അവരുടെ ശ്രദ്ധയൂന്നിയിരുന്നത്. അതാണ് അമ്മ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നാൽ ആ സ്ഥാനത്ത് സ്വന്തം മക്കളെ കൽക്കെട്ടിലേക്ക് എറിഞ്ഞു കൊല്ലുന്ന അമ്മമാരെ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടു. വ്യത്യസ്തങ്ങളായ അമ്മമാർ സമൂഹത്തിൽ തൻ്റെ വ്യക്തി സുഖങ്ങൾക്ക് വേണ്ടി കുട്ടികളെ കൊല്ലുകയും കാമുകൻ്റെ കൂടെ ഒളിച്ചോടുകയും വിഷം കൊടുത്ത് കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ചരിത്രത്തിലുടനീളം നമുക്ക് വളരെ ശക്തരായ അമ്മമാരെയും നമുക്ക് കാണാൻ പറ്റും. ക്രിസ്തുവിനെ നടുറോഡിലൂടെ ജനക്കൂട്ടം ആർപ്പ് വിളിച്ച് ആക്രമിച്ച് ചാട്ടവാറടിച്ച് വന്നപ്പോഴും അവിടെ നിന്ന് തൻ്റെ മകൻ ചെയ്ത നന്മയുടെ ഭാഗമായി അവനുണ്ടായ വേദനാജനകമായ അനുഭവത്തിൽ ചങ്കുപൊട്ടിക്കരയുന്ന മാതാവിനെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നോക്കുമ്പം ഒരുപാട് അമ്മമാരെ നമുക്ക് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും. പക്ഷേ ഇത്തരം വരുന്ന വളരെ മോശമായി പെരുമാറിയ അമ്മമാരും ചരിത്രത്തിലുണ്ട്. പക്ഷേ നമ്മൾ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായ കമ്പിളികണ്ടത്തെ കൽഭരണികൾ എന്ന് പറഞ്ഞ പുസ്തകത്തിലെ നന്ദികുന്നേൽ മേരി എന്ന് പറഞ്ഞ ഒരമ്മയെ നമ്മൾ കണ്ടു. ആ നന്ദികുന്നേൽ മേരി എല്ലാത്തരം കഷ്ടപ്പാടിൽ നിന്നും ആത്മഹത്യയിലേക്ക് പോയ ഒരു സമയത്ത് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വഴിയിൽ ഉണ്ടായ ഒരു ട്രാൻസ്ഫർഗറേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർഗറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന രൂപാന്തരം,
ആ ഒരു കൊച്ചിൻ്റെ ശബ്ദത്തിൽ നിന്ന് നമുക്ക് അടുത്ത ഗ്രാമത്തിൽ പോയി തെണ്ടി ജീവിക്കാൻ പാടില്ല, നമ്മൾ തെണ്ടി ജീവിക്കാൻ പാടില്ല, അവിടെ നമ്മളെ ആരും അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പം മേരി ഉണ്ടായ ആ ട്രാൻസ്ഫിഗറേഷൻ അല്ലെങ്കിൽ ആ രൂപാന്തരം പ്രാപിക്കൽ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. അതിലൂടെ മേരി ആ കുട്ടികളെല്ലാം വളർത്തി അവരെല്ലാം കഴിവുറ്റ മനുഷ്യരാക്കി മാറ്റിയത് നമ്മൾ കണ്ടു. അങ്ങനെയുള്ള അമ്മമാർ നമ്മുടെ കൺമുമ്പിൽ ധാരാളമുണ്ട്. അങ്ങനെയൊക്കെയുള്ള അമ്മമാരുള്ള നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ ആരിഫ് ഹുസൈൻ ഇങ്ങനെ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടതെന്ന് ഞാനും ചിന്തിച്ചു. ഞാൻ ആ പോസ്റ്റിൻ്റെ ഇടയിൽ കണ്ടോളൻസ് എന്ന് മാത്രം എഴുതി. പക്ഷെ പിന്നീട് അദ്ദേഹം ഇട്ട 2 പോസ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ ഹൃദയസ്പർശിയായിരുന്നു. ആ പോസ്റ്റുകൾ വായിച്ചപ്പോഴാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം ഒരു കടുത്ത ഭാഷയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണമായത് എന്ന് ബോധ്യപ്പെട്ടത്. മതം എന്ന് പറയുന്ന കാളകൂട വിഷം കഴിച്ച് തൻ്റെ മാതൃത്വം പോലും മറന്നുപോയി, തൻ്റെ മകൻ ജനിച്ച ആ ഗർഭപാത്രം പോലും എടുത്തു കളയേണ്ടതാണ്, അല്ലെങ്കിൽ അതുപോലും എനിക്ക് ശാപമായി മാറിയെന്ന് അവർ ഒരു ജിഹാദിയുമായി എന്നുള്ള ടെലഫോൺ കോളിൽ അവർ പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ മതം എന്ന് പറയുന്ന ആ ബോധം അവരെ എത്രമാത്രം മകനിൽ നിന്ന് അകറ്റി എന്ന് ആരിഫ് ഹുസൈൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളിലും പറയുന്നുണ്ട്. നമ്മളൊരു ഇവർ മരിക്കുന്നതിന് മുമ്പ് ഒരു ജിഹാദിയുമായിട്ടുള്ള ഒരു ഫോൺ സന്ദേശം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. അതിൽ ഇവരെ ഏതെങ്കിലും തരത്തിൽ ഈ ആരിഫ് ഹുസൈനെ ഏതെങ്കിലും തരത്തിൽ ഇല്ലായ്മ ചെയ്യണമെന്ന് ജിഹാദി അമ്മയോട് പറയുകയും അവൻ ജനിച്ച അവൻ എങ്ങനെ എൻ്റെ ഈ ഗർഭപാത്രത്തിൽ വന്ന് ജനിച്ചു എന്ന് എനിക്കറിയത്തില്ല എന്ന് ഈ അമ്മ പറയുകയും ചെയ്യുന്നത് കേട്ടു. ഒരുപക്ഷെ അവർ പഠിച്ചുപെട്ട മതബോധം അവരെ അത്തരത്തിൽ മകനിൽ നിന്ന് അകറ്റിയെങ്കിലും ആരിഫ് ഹുസൈൻ്റെ ഈ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ വായിച്ചാൽ അത് അദ്ദേഹം എത്രമാത്രം ഒരു അമ്മയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം നഷ്ടപ്പെട്ടു. ഏതെങ്കിലും ഒരു ദിവസം എന്നെ മകനെ എന്ന് വിളിക്കുമെന്നും നീ വന്നോ എന്ന് ചോദിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. ആൾക്കൂട്ടത്തിൽ എവിടെ വെച്ചും ആരിഫ് ഹുസൈനെ കാണുമ്പോൾ നീ വന്നു ഇല്ലേ എന്ന് ചോദിക്കുന്ന അമ്മയുടെ ആ മനോഭാവം എന്നെങ്കിലും തിരിച്ചു വരും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹത്തെ കാണുമ്പം നിശബ്ദതയായിരുന്നു അദ്ദേഹം മതം വിട്ടതിന് ശേഷം അമ്മയ്ക്കുണ്ടായിരുന്നു. അവരെത്രമാത്രം ആ നിശബ്ദത കൊണ്ട് അവരുടെ പ്രതിരോധത്തെ തീർക്കുകയും അതോടൊപ്പം തന്നെ മകൻ അവർക്കൊരു ശാപമായി മാറുകയും ചെയ്ത സാഹചര്യം ഇദ്ദേഹം തിരിച്ചറിയുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇദ്ദേഹം അമ്മയിൽ നിന്ന് അകലാൻ കാരണമായത്. പക്ഷേ എങ്കിൽ പോലും ഈ പോസ്റ്റിൻ്റെ അടിയിൽ മരിച്ചുപോയ അമ്മയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന സംരക്ഷണം അത് കിട്ടാത്തതിൻ്റെ അതിയായ വേദന ആ പോസ്റ്റിലുടനീളം നമുക്ക് വായിച്ചാൽ വളരെ ഹൃദയസ്പർശിയായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പാരഗ്രാഫ് മാത്രം വായിക്കാം. ആ പോസ്റ്റിലെ ഓരോ വാക്കും ഞാൻ പൂർണ്ണ ബോധ്യത്തോടെ കൃത്യമായ ഉദ്ദേശത്തോടെ കുറിച്ചാണ്. അതിലൊരു വരി പോലും പിൻവലിക്കുന്നില്ല, ഖേദിക്കുന്നുമില്ല. കാരണം അതൊരു മകൻ്റെ കേവലമായ വിലാപമോ ദേഷ്യമോ ഈർഷ്യയോ അല്ല. മതം അനാഥമാക്കിയ മാതാപിതാക്കളാൽ വെറുക്കപ്പെട്ട ആയിരക്കണക്കിന് എക്സ് മുസ്ലിം മക്കൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രതിരോധമാണ്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി വ്യക്തമായ കാരണമുണ്ട്. അതിനുശേഷം പിന്നീട് താഴോട്ട് ഈ മതം വെച്ചുള്ള ഭ്രാന്തന്മാരുടെ മതം വെച്ചുള്ള കളികളും അതിലൂടെ മനുഷ്യരെ സെഗ്രിഗേറ്റ് ചെയ്യുന്നു, മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്നു, കുടുംബ ബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു ഒക്കെ അദ്ദേഹം വിശദീകരിക്കുകയും അതിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ സ്വർഗം കിട്ടാൻ വേണ്ടി മകനെ പുറത്താക്കുകയാണ് യഥാർത്ഥ മാതാപിതാക്കളുടെ കടമ. ഇതാണോ ഇസ്ലാം? സ്വർഗത്തിൽ പുരുഷന് കിട്ടുന്ന സുഖങ്ങൾ പോലും കിട്ടാത്ത സ്ത്രീ എന്തിനാണ് സ്വർഗത്തിന് വേണ്ടി വെറുക്കുന്നത്? എൻ്റെ ഉമ്മയെ എനിക്ക് നഷ്ടമായി. ഇതാണ് പ്രധാന പോയിന്റ്. എൻ്റെ ഉമ്മയെ എനിക്ക് നഷ്ടമായി. പക്ഷേ ഞാനൊരു വ്യക്തി മാത്രമല്ല, മതത്തിൻ്റെ പേരിൽ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട വെറുക്കപ്പെട്ട അനേകം മനുഷ്യരുടെ ശബ്ദമാണ്. അവർക്ക് വേണ്ടിയാണ് ഈ തുറന്നെഴുത്ത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ പോസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നത്. ഇവിടെ ഈ മതഭ്രാന്ത് മൂത്ത് ആ സ്ത്രീ ഇദ്ദേഹത്തെ ഒഴിവാക്കുകയും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തോട് സംസാരിക്കാതെയാകുകയും ഇദ്ദേഹം ഒരു അപശകനമാകുകയും ഇദ്ദേഹത്തിൻ്റെ ജന്മം പോലും ഇത്രയും വിദ്യാഭ്യാസമുള്ള ഇത്രയും എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ അദ്ദേഹം മതവിശ്വാസത്തിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ അപമതിക്കുകയും അതോടൊപ്പം തന്നെ അപമാനിക്കുകയും അദ്ദേഹത്തെ കാണുമ്പോൾ ചിരിക്കാതിരിക്കുകയും ഒരു അമ്മയുടെ വാത്സല്യം കാണിക്കാതിരിക്കുകയും ഒക്കെ
ചെയ്തതിൻ്റെ പരിണിതഫലമാണ് ഇത്തരമൊരു പോസ്റ്റ് അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നത്. അദ്ദേഹം ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു മനുഷ്യനെ അവൻ ഏത് തരത്തിലാണെങ്കിലും ആ തരത്തിൽ അംഗീകരിക്കാനുള്ള വിശാല മനസ്ഥിതി മാതാപിതാക്കൾക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ കേസിലെ പ്രതിയല്ല. അദ്ദേഹം ആരെയും ഉപദ്രവിച്ചിട്ടില്ല, അദ്ദേഹം ആരെയും ആക്രമിക്കാൻ പോയിട്ടില്ല. അദ്ദേഹം ആക്രമണം ഭയന്ന് നടക്കുന്ന, അല്ലെങ്കിൽ ആക്രമണം ഭയന്ന് സെക്യൂരിറ്റിയിൽ നടക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഈ സമൂഹത്തിനെ മാറ്റി തീർക്കാൻ വേണ്ടി നടത്തുന്ന യജ്ഞം, അദ്ദേഹം കടുത്ത ഭാഷയിൽ പലപ്പോഴും ഈ മതത്തെ വിമർശിക്കാറുണ്ട്. പക്ഷേ മതവിമർശനം എന്ന് പറഞ്ഞൊരു പൗരൻ്റെ, ലോക ചരിത്രത്തിൽ ഇന്നോളം മതത്തെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് മനുഷ്യ സമൂഹം ഇവിടം വരെ എത്തിയിട്ടുള്ളത്. മതവിമർശനം എന്ന് പറയുന്നത്, അതായത് മതത്തെ വിമർശിച്ചത് മാത്രമാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിമർശനങ്ങളെന്ന് പറയുന്നത്. അപ്പം എല്ലാ വിമർശനങ്ങളും, എല്ലാ സത്യങ്ങളും തന്നെ രൂപപ്പെടുന്നത് മതവിമർശനത്തിലൂടെയാണെന്നാണ് ബെർണാഷെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മതവിമർശനം എന്ന് പറയുന്നത്, മതം എത്രമാത്രം മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ടോ, മതം എത്രമാത്രം മനുഷ്യൻ്റെ പൊതുധാരയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ, അത്രമാത്രം മതത്തെ നമുക്ക് വിമർശിക്കാതിരിക്കാനും നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ മതവിമർശനം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. ഈ മതവിമർശനം നടത്തി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ഇത്തരം വരുന്ന ഒരു ക്രൂരമായ ഒരു അകറ്റി നിർത്തലിലേക്ക് കൊണ്ട് അമ്മ അദ്ദേഹത്തെ അങ്ങനെ ക്രൂരമായ ഒരു അകറ്റി നിർത്തലിലേക്ക് കൊണ്ട് എത്തിച്ചത്. അതിനെ പ്രതിരോധിക്കാൻ നിവൃത്തിയില്ല. കാരണം അമ്മ എന്ന് പറയുന്ന ആ മാതൃത്വത്തിൻ്റെ ആ ഒരു നിഷ്കളങ്കത ഇല്ലാത്ത ഒരു സ്ത്രീയെ നമുക്ക് അമ്മയായി അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആരിഫ് ഹുസൈൻ്റെ ഈ അമ്മയോടുള്ള പ്രതിരോധം എന്ന് പറയുന്നത്, അത് കേവലം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട, മാതൃത്വത്തിൽ നഷ്ടപ്പെട്ട വേദനയിൽ നിന്നും മതം എന്ന് പറയുന്ന കാളകൂട വിഷം അദ്ദേഹത്തെ അമ്മയിൽ നിന്ന് അകറ്റിയിൽ നിന്നുള്ളൊരു പ്രതിഷേധമാണെന്നും ആ പ്രതിഷേധത്തിൻ്റെ പ്രതിധ്വനിയാണ് അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റെന്നും നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ജീവിതം വെച്ച്, അദ്ദേഹത്തെ ഈ അമ്മയുടെ മരണത്തിൻ്റെ പേരിൽ വേട്ടയാടാൻ ശ്രമിക്കുന്ന ഭ്രാന്തന്മാർക്ക് അതിനൊരു അവസരം ഉണ്ടാക്കാതെ അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറഞ്ഞ് ആണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ആരിഫ് ഹുസൈൻ്റെ അമ്മയുടെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതൊപ്പം തന്നെ ആരിഫ് ഹുസൈനെ പോലെ വളരെ വിദ്യാസമ്പന്നനും പ്രതിഭാസമ്പന്നനും എൻലൈറ്റഡുമായിട്ടുള്ള ഒരു മനുഷ്യനെ പ്രസവിച്ച ആ സ്ത്രീയുടെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ആരിഫ് ഹുസൈൻ്റെ പോസ്റ്റ് ഭാവിയിലും വരാൻ പോകുന്ന അമ്മമാർക്കുള്ളൊരു മെസ്സേജും കൂടിയാണ്. മകൻ ഏത് തരത്തിലായിരിക്കുമ്പോഴും അവൻ ആരെയും ഉപദ്രവിക്കാതെ, ഒരു ക്രൈമും ചെയ്യാതെ ജീവിക്കുമ്പം അവൻ്റെ നന്മകൾ പ്രകീർത്തിച്ചില്ലെങ്കിലും അവനെ അവഗണിക്കാതിരിക്കാൻ, അവനെ ശിക്ഷിക്കാതിരിക്കാൻ ഉള്ള ഒരു മാതൃത്വം ഇനിയുള്ള അമ്മമാർക്കും ഉണ്ടാവട്ടെ.